മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്നലെ മുംബൈ സിറ്റി FC-യോട് വിജയം സ്വന്തമാക്കിയതിനു ശേഷം അഡ്രിയാൻ ലൂണ മാധ്യമങ്ങളോട് സംസാരിക്കവേ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോമി പേപ്പറെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ വിജയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ആശിഷ് നെഗി ഒരു അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ഒറ്റ വിദേശ സൈനിങ്ങും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ആശിഷ് നെഗി ലൈവിൽ അപ്ഡേഷനായി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടും ആശിഷ് നെഗി ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് സെർജിയോ ലൊബേറയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു ചില ഓപ്ഷനുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് ആശിഷ് നെഗി അപ്ഡേഷനുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ വിജയത്തിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള കോമി പേപ്പറെ മത്സരശേഷം പറയുന്നത് ഇപ്രകാരമാണ്: ഈ ഒരു വിജയം ഇനി വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരമാകും, ബ്ലാസ്റ്റേഴ്സിന് പ്രചോദനമാകും. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കുക എന്നതാണ് ടീമിന്റെ ലക്ഷ്യമെന്ന രീതിയിലാണ് കോമി പേപ്പറെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മത്സരശേഷം അഡ്രിയാൻ ലൂണയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ വരും സീസണിൽ തുടരുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അഡ്രിയാൻ ലൂണയുടെ മറുപടി തീർത്തും നിരാശാജനകമായിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ഇവിടെ സന്തോഷവാനാണ്, തനിക്ക് ദീർഘനാളത്തെ കരാർ ഇനിയും അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ടീമിന്റെ ഈ ഒരു സീസണിലെ അവസ്ഥ മനസ്സിലെടുത്തുകൊണ്ട് ടീമിൽ അഴിച്ചുപണി ആവശ്യമാണ്. ടീമിന്റെ പ്രകടനം വിലയിരുത്തണം. താൻ ഇവിടെ എപ്പോഴും ഹാപ്പിയാണ്, തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഡ്രിയാൻ ലൂണ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അഡ്രിയാൻ ലൂണക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് ആഗ്രഹം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ മോശം ഫോമും ആരാധകർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ തിരിയുന്ന ഈ ഒരു പ്രവണതയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അഡ്രിയാൻ ലൂണ പറയുന്നത് താൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ ടീമിന്റെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന രീതിയിലുള്ള സൂചനകൾ അഡ്രിയാൻ ലൂണ പറയുന്നത്. എങ്ങനെ ലൂണയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒഴിവാക്കുമോ എന്ന് തന്നെയാണ് ചോദ്യചിഹ്നം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ലൂണയുടെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.